സ്നേഹമുള്ളവരെ, കഥാവിൻ്റെ അന്തസ്നേഹം പ്രകടമാക്കുന്ന ഈ പരിശുദ്ധ ബലി അർപ്പിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കാം. വിശ്വസ്തയോടുകൂടി കഥാവിൽ വ്യാപരിക്കണം. വചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വസ്തയുള്ളവർ തീർച്ചയായിട്ടും കർത്താവിന് സ്വീകരിക്കപ്പെടും. വിശ്വസ്താപൂർവ്വം ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അർപ്പിക്കുവാനും അത് ഇപ്പോഴും തൽപരരാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും വേദിയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധനയും ഐശ്വര്യവും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട്
ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, സ്ത്രീകന്മാരാൽ തലമേൽ പണിയപ്പെട്ട അങ്ങയുടെ സഭയെ ദയാപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ വചനമനുസരിച്ച് വളരുവാനായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ദൈവമേ. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ള പ്രകാശനവും ക്രിയാത്മകമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സർവ്വസൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇതുകൊണ്ട് സൃഷ്ടാവാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ എന്നേക്കും. ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. What
വിശുദ്ധരും സന്ദേഹത്തിനായി പരിശുദ്ധരും സ്ഥലങ്ങളും പരിപാലനമായി കർത്താവേ, അങ്ങേ സ്വഭാവത്തിൽ ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കട്ടെ. മിശിഹാ അനുഗ്രഹിക്കട്ടെ. ആരും നിന്റെ പ്രായക്കുറവിന്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം. പ്രവചന പ്രകാരവും സഭാ ശ്രേഷ്ഠന്മാരുടെ കൈവയ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത്. ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക, അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക. അങ്ങനെ എല്ലാവരും നിന്റെ പുരോഗതി കാണാൻ ഇടയാകട്ടെ. നിന്നെ കുറിച്ചും നിന്റെ പ്രബോധനത്തെ കുറിച്ചും ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. കർത്താവായ മിശിഹായെ സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നൽകുരാശയമെന്നതായി വാക്കുതിരഞ്ഞു തുളുമ്പിയൊന്നു രാജാവിൻ തിരുമുൻപിൽ കേട്ട പതുവായി ഞാനതോടു കിടട്ടെ. ഏറ്റ മനോഹര പൂരിത കവി തൂലിക പോലെന്നാവിപ്പോ. ആമീൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവിന്റെ പരിശുദ്ധ സുവിശേഷം അധ്യായം 12 41 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലി പ്രാപ്തനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തന്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തന്റെ യജമാനൻ വരാൻ വൈകുമെന്ന് ഉള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കുവാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികളോടെ ആക്കുകയും ചെയ്യും. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായ പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവരോട് അധികം ചോദിക്കും. നമുക്ക്
പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവയുടെ ജനസമൂഹമായി സുവിശേഷവേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സർവ്വസൗഭാഗ്യത്തിനർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ താവതരണമായ മേജർ ആർച്ച് മറാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപത അധ്യക്ഷനായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സഭയോട് ചേർന്ന് മനസ്സായി പ്രേക്ഷകരെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ പ്രേക്ഷകരെ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിലെയും നാഥായ എന്നേക്കും സകലത്തിനായ ദൈവം തന്റെ കൃപാസമ്പത്തിൽ നമ്മുടെ ഈ കടങ്ങളുടെയും പാപങ്ങളുടെയും കഥ കഴികളെ ദൃഢമായി ശരണപ്പെട്ടു.
ശരണം തേടുന്നു ഉത്തിതരായിടുവാൻ. സർവ്വത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്നേഹാദികളാൽ സഹോദരിയെ ശക്തിയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജറാധ്യക്ഷന്മാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെയും മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരി കൃപാനങ്ങളുടെ കരങ്ങളുടെ പൂർത്തിയാവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന് ശരീരങ്ങളാവുന്ന ദിവ്യരഹസ്യ ശുശ്രൂഷകരാവാൻ എളിയവരും പാപികളായ ഞങ്ങളെ എത്ര യോഗ്യരാക്കി നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തെ പരികർമ്മ ജീവനം ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും എല്ലാവരോടും വിശുദ്ധിയോടുകൂടെ കർത്താവിന് നന്ദി പറയുകയും നമ്മുടെ രക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം തന്നെ ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥമണി സമാധാനം സഫലമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മക്കളുടെ ആരാധ്യമായ നാമം എല്ലാ പരിഗണനയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടും ലോകത്തെയും മരണസ്ഥലത്തെയും സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ കാണിക്കുകയും ചെയ്തു. സ്വർഗ്ഗവാസികളുടെ ആയിരങ്ങളും മാതാക്കന്മാരുടെ 10,000 അങ്ങേയപ്പെട്ട് ആരാധിക്കുന്നു. അഗ്നിമയമായ സ്വർഗീയ സൈനികർ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അനുഭവീകളുമായ പ്രഭന്മാരോട് സർവന്മാരോട് ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരും ആകുലമായ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ ലക്ഷ്യസ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധതയുടെ പ്രധാന കാര്യങ്ങളിലേക്ക് നമ്മളിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ജീവിതം കാഴ്ചവസ്തുവായി സമർപ്പിക്കാം. നിയോഗങ്ങളൊക്കെ ഇടയിൽ കഥാപിച്ച രക്തങ്ങളോട് ചേർത്തുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനെ കുറിച്ചുകൊടുക്കപ്പെട്ട രാത്രിയിൽ ഈ സ്വതന്ത്രമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ മക്കളിലേക്ക് കണ്ണുകളെ വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് ഇഷ്ടപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്തു. ഞാൻ ചെയ്തത് നിങ്ങളെ നാം തോന്നിച്ചു കൊടുപ്പോൾ എന്റെ ഓർമ്മക്കാര്യം ചെയ്യും. ഞാൻ
എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷിയുടെയും ബഹുമാനത്തിനും അങ്ങനെ സ്നേഹിതരുമായി വർദ്ധിച്ച നീതിമാന്മാരുടെ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാക്കുമായില്ല ഞങ്ങളുടെ നാം പേരുകളെല്ലാം വരച്ചേർക്കും. ഞങ്ങളുടെ കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും ഇവിടെയുള്ള നിയോഗങ്ങൾക്കും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. നിങ്ങൾ നിശബ്ദരായി അവരോട് പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്ക്. അങ്ങയുടെ ദാസന്റെ കുർബാനയുടെ നാമത്തിൽ ഇതിനെ ആശീർവദിക്കുകയും കൊണ്ടേയിരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് പാവനബോധനത്തിനും പരിശോധനകളിൽ പ്രത്യാശിക്കുകയും സ്വർഗരാജ്ഞമാർഗത്തിനും പ്രധാനമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ മക്കളെ വിസ്മയപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ കീർത്തിക്കുന്നു. അങ്ങയുടെ സഭയിൽ സന്തോഷ പ്രത്യാശം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധിദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനകൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവങ്ങളുടെ കൃപയ്ക്കുള്ളതും എന്നോട് തോന്നണമേ. ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, അങ്ങയുടെ നാമത്തിൽ ശ്രീനാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവദായകമായപ്പോൾ സർവ്വനിറങ്ങളുള്ള ജീവിതമാകും ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളിൽ നമുക്കെല്ലാവർക്കും ഭക്തിയാഗ്രഹങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞ് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. സ്വീകരിക്കുകയും പരിശുദ്ധമായ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം.
നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രകാരം പ്രാർത്ഥന ഉദ്ദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ വിശിഷ്ടമായ പ്രാർത്ഥന വിശ്വസിക്കാൻ വർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സദസ്സനായ ഞങ്ങളുടെ പിതാവേ, ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിൽ വീഴാണ്ടിയാകരുതേ. ദുഷ്ടാരൂപിയെ സൈന്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപ്തിയും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സമരായിട്ടുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും ഞങ്ങളുടെ പിതാവായ ദൈവമേ, ദിവരഹസ്യങ്ങളുടെ ഞങ്ങളെ പരിപോഷിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് പറയുന്നു. അപരിമയമായ രാത്രിബന്ധനത്തെ സ്തുതിക്കുവാനും സ്വർഗ്ഗവാസികളോട് ചേർന്ന് അങ്ങേ പുകഴ്ത്തുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുമിശിഹായേ, പരിശുദ്ധമായ ദിവരഹസ്യങ്ങൾ വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസങ്ങളെ ജീവിക്കുവാനും പ്രത്യാശകളിൽ നാം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തെ സൽഫലം പുറപ്പെടുവിച്ചുകൊണ്ട് സമാധാനത്തിലാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിലെയും നാഥായ എന്നേക്കും.
സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വത്തിന്റെ പേരിലവേ സ്വസ്തി. ഞങ്ങളുടെ പാപങ്ങളെ കരുണയെ സ്വസ്തി. നിന്നെ ഞാൻ ചെയ്തതുമാണ് കടയുടെ കുട്ടിയെ പാപങ്ങളുടെ മോചനത്തിന് കാരണമാവട്ടെ. ഇനി ഞാൻ വരുമ്പോഴേക്കും പ്രിയമുള്ളവരെ, ഇവിടെ മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും സങ്കീർത്തനം ആലപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ടാകും. ഈശോനെ എടുത്തുവെച്ച് സങ്കീർത്തനം പാരായണം ഉണ്ടാകും. കുർബാന ഉണ്ടാകും. രാവിലെ 10 മണി മുതൽ 12:30 വരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും പ്രിയമുള്ളവരെ വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് സൗഖ്യപ്പെടുത്തലുണ്ടാകും. അപ്പോൾ വരാൻ താല്പര്യം വരിക, അവരുടെ സങ്കീർത്തനം ആലപിക്കും. അവിടെ ഇവിടെ മാറി മാറി നമ്മൾ സങ്കീർത്തനം ആലപിക്കും. ആരാധന എടുത്തിരിക്കും, സങ്കീർത്തനം ആലപിക്കും. അവസാനം കുർബാന ഉണ്ടായിരിക്കും. എല്ലാ മാസത്തിന്റെയും ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും. രണ്ടാമത്തെ ശനിയാഴ്ച പിന്നെ ബുധനാഴ്ച പതിവ് പോലെ നമ്മുടെ ഈ സൂക്ഷ്മം ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും പരമാവധി വരാൻ പരിശ്രമിക്കുക, എല്ലാവരോടും അറിയുക. അതുപോലെ തന്നെ ഇവിടെ താമസിച്ചുള്ള ധ്യാനം 10 പേർക്ക് മാത്രം താമസിക്കാനുള്ള അവസ്ഥ ഒരുക്കുന്നുണ്ട്. അത് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യമാണ്. അതുപോലെ തന്നെ അടുത്ത ശുശ്രൂഷ വരുമ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒരു ജപമാല ചൊല്ലാൻ ശ്രമിക്കുക. എല്ലാ നമുക്കറിയാം, ഇത്രയും ഒരുപാട് ചെലവുണ്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക്. നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പോൾ ആള് കുറയുമ്പോൾ അത് തിരിച്ചുള്ള വിഷമമുണ്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം ആൾക്കാരെ തടസ്സം മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മുതൽ എല്ലാ ദിവസവും ഒരു മൊത്തമെങ്കിലും നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ വരുന്ന ഓരോ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, അപേക്ഷിക്കുകയാണ്, ഓർമ്മിക്കുകയാണ്. മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയും മൂന്നാമത്തെ ശനിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 12:30 വരെ സങ്കീർത്തനം ആലപിക്കുകയും പിന്നെ അവസാനം കുർബാനയും ഉണ്ടായിരിക്കുന്നതായിരിക്കും.